വിശുദ്ധന്മാരായ ദേവദാസീദാസന്മാർക്ക് ഒരിക്കൽ കൂടെ വന്ദനം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അഹരോന്യ പൗരോഹിത്യവും പുതിയ നിയമ രാജകീയ പൗരോഹിത്യവും. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 9-ാമത്തെ വാക്യമാണ് നമ്മുടെ ആധാരവാക്യം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അധ്യക്ഷന്മാരുടെയും കൂട്ടുശുശ്രൂഷന്മാരുടെയും അധ്യക്ഷൻ്റെയും കൂട്ടുശുശ്രൂഷൻ്റെയും ഭാര്യമാരുടെ അത്യാവശ്യ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇന്ന് അപ്പോസ്തലന്മാരുടെ യോഗ്യതകൾ. ദയവ് ചെയ്ത് വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തോലന്മാരെന്ന് പറയരുത്. നിങ്ങൾ തിരുവചനത്തിൽ എവിടെ നോക്കിയാലും ആ പദം കേൾക്കുവാനും വായിപ്പാനും കഴിയുകയില്ല. എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാർ എന്നാണ്. അവരുടെ യോഗ്യതകൾ എന്തായിരിക്കണം? പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി 500 പേർ അടങ്ങുന്ന ഒരു കോണ്ടിൻജന്റ് തിരികെ വന്നു. സ്ഥലപരിമിതി മൂലമോ അവിശ്വാസം മുഖാന്തരമോ 380 പേരും പിരിഞ്ഞുപോയി. 120 പേർ മാത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലെ വിഷയമാണ് നാം പഠിക്കുന്നത്. അതിൽ കർത്താവിനോട് സന്തത സഹചാരികളായി നടന്ന 11 പേരേയുള്ളൂ. 12 പേരടങ്ങുന്ന അപ്പോസ്തോലിക വൃന്ദം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അവരുടെ നടുവിൽ ആരെയാണ് അടുത്ത യൂദയുടെ സ്ഥാനത്ത് അപ്പോസ്തലനായി സ്വീകരിക്കേണ്ടത് എന്നുള്ള വിഷയം ചർച്ച ചെയ്യുകയും അവർ തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്ന വിഷയമാണ് പഠിക്കുന്നത്. 3 യോഗ്യതകൾ അവർക്ക് അവിടെ നിഷ്കർഷിച്ചിട്ടുണ്ട്. 1, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ കർത്താവ് ചെയ്ത സകല പ്രവൃത്തികൾക്കും സാക്ഷികളായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:9, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അടുത്തവർ പറയുകയാണ്, നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം അവനോടുകൂടെ നടന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ യോഗ്യത അനുസരിച്ച് അപ്പോസ്തലന്മാരില്ല. എന്നാൽ ആ യോഗ്യതയ്ക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെന്നും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. 2-ാമത്തെ യോഗ്യത, അപ്പോസ്തലൻ്റെ ലക്ഷണം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലുണ്ട്. ഇതാണ് ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ യോഗ്യതകൾക്ക് ആവശ്യമായ വിഷയം. പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിനെ കണ്ടവൻ ആയിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കർത്താവിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലം വിശ്വാസികളും സഭകളും തൻ്റെ ശുശ്രൂഷയിൽ വരണം. അവനാണ് അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലോസ് എന്ന പദത്തിൻ്റെ അർത്ഥം. അംബാസഡർ എന്നും അതിനർത്ഥമുണ്ട്. 3-ാമത്തെ യോഗ്യത, പൂർണ്ണ സഹിഷ്ണുതയുള്ളവൻ ആയിരിക്കണം. കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തവരും അതിന് സാക്ഷ്യം വഹിക്കുന്നവരും ആയിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 43, 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതാണ് അപ്പോസ്തലന്മാരുടെ യോഗ്യതകൾ. തീർന്നില്ലല്ലോ. എഫെസർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ 5 വിധ ശുശ്രൂഷകളാണല്ലോ ദൈവം തൻ്റെ സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേശകൻ. ഇതിൽ കൂടുതലും ആളുകൾ ഇടയന്മാരാണ്, ആടുകളെ തീറ്റുന്നവരാണ്, ആട് വിശ്വാസികളെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തെ പാലിക്കുന്നവരാണ്. കൊടുത്തിരിക്കുന്ന പദം പോയിമെൻ, POIMAN അല്ലെങ്കിൽ POIMEN. ഇടയൻ, അതിന് വാക്കിന് വീണ്ടും അർത്ഥമുണ്ട്. വൺ ഹൂ ഈസ് ടെൻഡിങ് ദ ഷീപ്പ്, ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്നവൻ. വർത്തമാനകാലത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ 70 വയസ്സുണ്ട് അല്ലെങ്കിൽ 80 വയസ്സുണ്ട്. ആദ്യം 2 വർഷം തീറ്റയച്ച് ഇപ്പോൾ 68 വർഷവും അല്ലെങ്കിൽ ബാക്കി ശേഷിക്കുന്ന കാലം മുഴുവൻ ഇടയനാണെന്നും പറഞ്ഞ് നടക്കുവാൻ തിരുവചനത്തിൽ സ്ഥാനമില്ല. നിന്റെ കീഴിൽ ശുശ്രൂഷാ വൃന്ദങ്ങൾ വിശ്വാസികളായില്ല എങ്കിൽ നിങ്ങൾ ഇടയനല്ല, ആടിനെ തീറ്റുന്നവൻ അല്ല. പണ്ടുണ്ടോ അമ്മാവൻ ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നത് പോലെയാണ്. പണ്ടങ്ങാണ്ട് ഏതോ ഒരു സഭയിൽ കുറച്ചുനാൾ സഹശുശ്രൂഷകനായിരുന്നു, ഇപ്പോഴും പാസ്റ്ററായിട്ട് നടക്കുകയാണ്. അതിനുശേഷം ഒരിക്കലും തൻ്റെ ശുശ്രൂഷയിൽ സഭകളെ കിട്ടിയിട്ടില്ല.
ഇടയൻ്റെ യോഗ്യതകൾ. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 23, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 12 യോഗ്യതകളാണ് ഇടയനെക്കുറിച്ച് ദാവീദ് എന്ന ഇടയൻ എഴുതിയിരിക്കുന്നത്. അവൻ്റെ ആടുകൾക്ക് മുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ തൻ്റെ ശുശ്രൂഷാവൃന്ദത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ആത്മീയ സത്യങ്ങൾ അറിയേണ്ടതിന് വേറെ ആരെയും ആശ്രയിക്കേണ്ടതിന് ഇടവരരുത്. ഒരിടയൻ തീറ്റുന്ന ആടുകൾ തീറ്റയ്ക്കും പുല്ലിനും തൂപ്പിനും വേണ്ടി വേറെ ഒരിടയൻ്റെ അടുക്കൽ പോകുന്ന ഗതികേടുണ്ടാകരുത്. 2, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ വിശ്വാസികളെ കിടത്തണം. ഓരോ വിശ്വാസിക്കും ആവശ്യമായ പച്ചപ്പുൽ. പണ്ടം കണ്ട് ആരാണ്ട് പ്രസംഗിച്ചത് ഐപാഡിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ കണ്ട് ഉണങ്ങിക്കിടക്കുന്ന പുല്ല് കൊണ്ട് വിശ്വാസികൾക്ക് കൊടുക്കരുത്. നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച ഫ്രഷ് ദൂത് വിശ്വാസികളുടെ മുൻപിൽ നിരത്തണം. 3, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ കിടത്തേണം. ഈ വെള്ളത്തിന് പല അർത്ഥങ്ങളുണ്ട്. യോഹന്നാൻ 4-ലും 7-ലും കാണുന്നത് പോലെ ജീവനിലേക്ക് പുറപ്പെടുന്ന ജീവന്റെ ഉറവ ആയിരിക്കണം വിശ്വാസികൾക്ക് സ്വസ്ഥതയുള്ളതായി കൊടുക്കുന്നത്. ചാഞ്ചാടിക്കുന്നതും ഭാരപ്പെടുത്തുന്നതും കലക്കുന്നതുമായ ആത്മാവിനെ വിശ്വാസികളിലേക്ക് ശുശ്രൂഷകന്മാർ പകർത്തി കൊടുക്കരുത്. 4, പ്രാണനെ തണുപ്പിക്കണം. ശുശ്രൂഷ കേട്ട് പുറത്തിറങ്ങുമ്പോൾ ഏത് ഭാരത്തോടും ഏത് ചൂടേറിയ പ്രശ്നത്തോടും കൂടെ വന്നിരിക്കുന്നുവോ അത് അവരോട് ചോദിച്ചിട്ടല്ല, നിങ്ങളുടെ ശുശ്രൂഷകളത് താനായി തന്നെ സ്വയമായി സ്വാഭാവികമായി വെളിപ്പെടണം. 5, നീതിപാതകളിൽ നടത്തണം. അനീതിയുടെ പാതകൾ അവർക്കുണ്ടാകരുതെങ്കിൽ ഇടയനും അനീതിയുടെ പാതകളിൽ കൂടെ വിശ്വാസികളെ കൊണ്ടുപോകരുത്. 6, മരണകരമായ പാതയിൽ നടക്കുന്ന ആടുകളെ ഭയം നീക്കി ധൈര്യപ്പെടുത്തണം. ഏത് പ്രശ്നം വന്നാലും ദൈവം നമ്മളുടെ സങ്കേതം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും വന്നുകൊണ്ടിരുന്ന സഹായത്തിൻ്റെ അവസ്ഥകളെല്ലാം ഇല്ലാതെ പോയാലും നിങ്ങൾ ഭാരപ്പെടരുത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാണ് നമ്മുടെ ദൈവം, സകല ആവശ്യങ്ങളും നൽകിത്തരുന്നവനാകുന്നു എന്ന് പറഞ്ഞ് വിശ്വാസികളെ ഭയം കൂടാതെ ആടുകളെ ഭയം നീക്കി നടത്തണം. 7, ആടുകളോടുകൂടെ വസിക്കണം. ആടുകളെ ആലയിൽ ഇട്ട ശേഷം ഇടയൻ കൊട്ടാരത്തിൽ പോയി വസിക്കരുത്. ഇന്നത്തെ ആത്മീയഗോളത്തിലുള്ള വലിയ മെഗാസഭകളുടെ ഇടയന്മാരെല്ലാം അങ്ങനെയാണ്. ഞായറാഴ്ച 8 തൊട്ട് 9:30 വരെ, 9:45 തൊട്ട് 10:45 വരെ 5ഉം 6ഉം സർവീസുകൾ നടത്തുന്നവരുണ്ട്. വിശ്രമമില്ലാത്ത നല്ല കാര്യമാണ്. എന്നാൽ ഈ പാവപ്പെട്ടവൻ കൂലിവേല ചെയ്തും തൊഴിലുറപ്പ് നടത്തിയും കിട്ടുന്ന പണം കൊണ്ട് ദയവ് ചെയ്ത് 5 ഹോട്ടലുകളിൽ മക്കളെ വിട്ട് തീറ്റുകയും അവിടെ നിന്ന് വലിയ വിലയേറിയ ഭക്ഷണം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആടെന്തോ തിന്നു എന്നുകൂടെ ചിന്തിക്കണം. ആടുകളോടുകൂടെ വസിക്കണം. 8, ഉപദേശം അഥവാ വടി, കോൽ എന്ന് പറഞ്ഞാൽ ശാസന എന്നിവയാൽ ആശ്വാസം കൊടുക്കുന്നവനായിരിക്കണം ഇടയൻ. 9, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും പാർക്കുന്നവരും ശുശ്രൂഷാ മണ്ഡലത്തിലുമുള്ള ദുഷ്ടാത്മസേന. അതിൻ്റെ മുൻപിൽ വിരുന്നൊരുക്കി ഉത്സവമാചരിപ്പിക്കണം ശുശ്രൂഷകൻ വിശ്വാസികളെ കൊണ്ട്. അതുകൊണ്ടാണ് 118 കണ്ടത്, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം, ദുഃഖത്തിൻ്റെയും തോൽവിയുടെയും നിരാശയുടെയും അകത്തളം ആയിരിക്കരുത് വിശ്വാസികളുടെ കുടുംബങ്ങൾ. 9, ശത്രുക്കൾ. അടുത്ത് വീണ്ടും പറയുന്നു, അവരുടെ മുൻപാകെ ഉത്സവം ഒരുക്കണം. 10, തലയെ എണ്ണ കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം കൊടുക്കുന്ന ശുശ്രൂഷകന്മാരായിരിക്കണം ഇടയന്മാർ. 11, പാനപാത്രം നിറഞ്ഞു കവിയണം. കാലിപ്പാത്രവും കൊണ്ടുവന്ന് കാലിപ്പാത്രം കൊണ്ട് തിരികെ പോകുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികളുടെ നടുവിൽ ശുശ്രൂഷകൻ നിർത്തരുത്. അല്പമായി ലഭിച്ച ഉണ്ട്, അത് നിറഞ്ഞു കവിയണം എന്ന് അഭിഷേകത്തിൽ വിശ്വസിച്ച് താല്പര്യത്തോടെ വരുന്ന വിശ്വാസികൾ നിറഞ്ഞു കവിയുന്ന ഓരോ അനുഭവത്തോടുകൂടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന ഇടയനായിരിക്കണം നല്ല ഇടയൻ. 12, നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ അവരെ പിന്തുടരുന്ന വിധത്തിൽ
ദൈവത്തിന് സ്തോത്രം. അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ആത്മാവിൽ ധൈര്യപ്പെടുത്തി നിർത്തുന്നവനായിരിക്കണം ഇടയൻ. 13, അവസാനം ഈ 12 കാര്യങ്ങൾ ചെയ്ത ശേഷം യഹോവയുടെ ആലയത്തിൽ കൊണ്ടെത്തിക്കണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിലുള്ള ദൈവപുത്രനോടുകൂടെ ചെന്ന് ചേരത്തക്കവണ്ണം വിശ്വാസികളെ പാകം ചെയ്ത് ഒരുക്കി നിർത്തുന്നവരായിരിക്കണം ഇടയന്മാർ. ഇടയന്മാരുടെ യോഗ്യതയെക്കുറിച്ച് 80-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യോസേഫ് എന്ന അടിയനെയും അവനോട് ചേർന്ന ആട്ടിൻകൂട്ടത്തെയും യഹോവ എന്ന വലിയ ഇടയൻ നടത്തിയതുപോലെ ദൈവപുത്രനായ യേശുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നവനായിരിക്കണം ഇടയന്മാർ. അപ്പസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത് ഇടയൻ്റെ യോഗ്യത നാം പഠിക്കുമ്പോൾ ദൈവവചനം വ്യവസ്ഥാപിതമായി പഠിക്കണമല്ലോ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 11-ാമത്തെ വാക്യം. നല്ല ഇടയൻ്റെ യോഗ്യത: ഒരിടയനെ പോലെ ദൈവത്തിൻ്റെ ആടുകളെ മേയിക്കണം. കുഞ്ഞാടുകളെ ഭുജങ്ങളിൽ എടുക്കണം. അവയെ മാർവിടത്തിൽ ചേർത്ത് നടത്തണം. തള്ളയാടുകളെ പെതുക്കെ നടത്തണം. അതിന് വിപരീതമായി ഇന്നത്തെ ആത്മീയഗോളത്തിൽ ആട്ടിൻകൂട്ടം ഇടയനെ മേയ്ക്കുന്നു. 50, 55, 60 വയസ്സുള്ള 40, 45 വർഷം ശുശ്രൂഷാപരിചയമുള്ള ശുശ്രൂഷകന്മാരെ ഇൻ്റർവ്യൂ ചെയ്ത് സഭകളിൽ ശുശ്രൂഷകന്മാരാക്കുന്നത് 25, 28 വയസ്സുള്ള യൗവനക്കാരാണ്. എന്തെല്ലാം ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ അങ്ങനെയുള്ള ഇൻ്റർവ്യൂവിൽ പോയിട്ടുള്ളവരോടൊന്ന് കേട്ട് നോക്കണം. ആടുകളെ പോറ്റുന്ന ഇടയനെ ഇവർ തീരുമാനിക്കുന്നത് മാത്രമല്ല, പൂർവ്വകാല ചരിത്രം മുഴുവൻ ശുശ്രൂഷിച്ച സഭകളിലൊക്കെ നടന്ന് സാക്ഷികളെ കൊണ്ട് തെളിയിച്ച ശേഷമേ ഇവരെടുക്കുകയുള്ളൂ. ഇൻ്റർവ്യൂ കമ്മിറ്റിയുടെ മുൻപിൽ ആണുങ്ങൾക്ക്, അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി മെമ്പേഴ്സിന്, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇന്നർ സർക്കിളിലെ ഒരു വ്യക്തിക്ക്, അത് കഴിഞ്ഞ് ജനറലായിട്ട് സഭയിൽ ഒരു മീറ്റിംഗ് നടത്തി പ്രസംഗം തെളിയിക്കണം. അവസാനമായി ശുശ്രൂഷൻ്റെ ഭാര്യയെ ഇൻ്റർവ്യൂ നടത്തുന്ന സഭയിലെ മൂപ്പത്തിമാരും ഉണ്ട്. എന്തെല്ലാം പ്രവൃത്തികളാണ് ഇന്നത്തെ ആത്മീയ സഭയിൽ നടക്കുന്നത്. അടുത്ത് കുഞ്ഞാടുകളെ ഭുജങ്ങളിൽ എടുക്കണം. അതിനു പകരം അവിടുത്തെ പണക്കാരെ ഭുജങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ഇടയന്മാർ പണമില്ലാത്തവരെ തള്ളിക്കളയുന്നു. ആ കുഞ്ഞാടുകളെ മാർവിടത്തിൽ ചേർത്ത് വയ്ക്കണം. നടക്കുവാൻ കഴിയാത്ത പാവപ്പെട്ട വിശ്വാസികളെയാണ് മാർവിടത്തിൽ ചേർത്ത് ഹൃദയത്തിൻ്റെ മിടിപ്പ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തള്ളയാടുകളെ പെതുക്കെ നടത്തണം. എന്നാൽ തള്ളയാടുകളെ ഭുജങ്ങളിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് അണയ്ക്കുന്നതൊക്കെ കണ്ടാൽ പാവപ്പെട്ട വിശ്വാസികളാകുന്ന കുഞ്ഞാടുകളെ കയറുകെട്ടി വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെയാണോ ആത്മീയഗോളത്തിൽ വേണ്ടത്? ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന ഉപദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് ഇടയൻ്റെ യോഗ്യതകളെക്കുറിച്ച് പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇടയൻ്റെ അധ്യായമാണ്. അതിൽ 11-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്: യേശുക്രിസ്തു നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തവൻ. അതേ പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ഭയവിഹലരായിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം പറഞ്ഞു: എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എങ്ങനെ? നല്ല ഇടയന്മാരായി. എങ്ങനെ? നിങ്ങളുടെ ശുശ്രൂഷയിലുള്ള ആടുകൾക്ക് ജീവനെ കൊടുക്കുന്നവരായി നടക്കണം. ദയവ് ചെയ്ത് പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ വർഗം സ്വന്തം ഇടയന്മാരും കുടുംബത്തിൻ്റെ ഇടയന്മാരും ആകെ ആടുകളുടെ ജീവനെ എടുക്കുന്നവരായി നടക്കരുത്. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ലല്ലോ. ജീവനെ കൊടുത്ത് ജീവനെ സമ്പാദിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം: രാജകീയ പൗരോഹിത്യ വർഗത്തിൽ കൂലിയിടയൻ ഉണ്ടാകരുത്. കോൺട്രാക്റ്റിനാ ചില ശുശ്രൂഷകന്മാരെ ചില സഭയിലാക്കുന്നത്. ഇപ്പം 10 കുടുംബങ്ങളേ ഉള്ളൂ, 3 വർഷം ശുശ്രൂഷിക്കാം, ഇത്ര രൂപ ശമ്പളം തരും, അത് കഴിഞ്ഞിട്ട് വർഷം ഇന്നതൊക്കെ തരും. പക്ഷേ തുടർന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ ഈ 3 വർഷം കൊണ്ട് 10 കുടുംബങ്ങളെ കൂടെ നിങ്ങൾ കൊണ്ടുവരണം. എന്തെല്ലാം തത്രപ്പാടുകളാ! അപ്പോൾ ആ കൂലിക്ക് വേണ്ടി, ശമ്പളത്തിന് വേണ്ടി ഇടയന്മാരാകരുത്. അടുത്തത് 10-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്:
ചെന്നായി വരുന്നത് കണ്ട് ഓടിപ്പോകരുത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ അയച്ചപ്പോൾ ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയച്ചതെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതിൽ കൂടുതൽ ഗതികെട്ട ഒരു നിയോഗമുണ്ടോ എന്ന് ബുദ്ധിയില്ലാത്തവർ ചിന്തിക്കും. പക്ഷേ ബുദ്ധിമാന്മാരായ ദൈവമക്കൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ചില കുഞ്ഞാടുകളെ ഒരു പറ്റം ചെന്നായിക്കട നടുവിൽ അയച്ചാൽ ചെന്നായ്ക്കൾ ക്ഷണനേരം കൊണ്ട് കുഞ്ഞാടുകളെ ഇല്ലാതെയാക്കും. പക്ഷേ ആ ചെന്നായിക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക്, അല്ല അല്പം കൂടെ കടത്തി പറയട്ടെ, സിംഹക്കൂട്ടങ്ങളുടെ നടുവിലേക്ക് 4 കുഞ്ഞാടുകളെ അയച്ചാൽ ഒരു ദോഷവും പറ്റുകയില്ല. കാരണം അയക്കുന്നവൻ ആരാണെന്നറിയാമോ? യഹൂദ ഗോത്രത്തിൻ്റെ സിംഹത്തോടുകൂടെ കുഞ്ഞാടുകൾ ചെന്നായിക്കൂട്ടത്തിൽ ചെന്നാൽ ചെന്നായ്ക്കൾ ഓടിപ്പോകും. വിശ്വാസവീരന്മാരെ, എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോടൊരു കാര്യം പറയട്ടെ. കുഞ്ഞാടിനെ പോലെ നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലത്തിലുള്ള ചില ചെന്നായ്ക്കളും അലർന്ന സിംഹങ്ങളും ഉള്ളപ്പോഴും ഒരു ദോഷവും വരാതെ സൂക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം, ജീവിച്ചതിൻ്റെ കാരണം സിംഹമായ കർത്താവ് കൂടെയുള്ളത് കൊണ്ടാണ്. എത്ര നാളുണ്ട്? ലോകാവസാനം വരെ. സഭക്കാർ 3 വർഷമേ നിൽക്കുകയുള്ളൂ. എന്നാൽ കുഞ്ഞാടിനോടുകൂടെ നല്ല സിംഹം ജീവിതാന്ത്യം വരെ നിലനിൽക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം: ആടുകൾക്ക് ഒരു ശ്രേഷ്ഠ ഇടയനേ ഉള്ളൂ, ഒരു വലിയ ഇടയനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു ആണെന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തലൻ എഴുതിയിരിക്കുന്നത്. ഏതായാലും പൗലോസിനോളം വലിയ ഒരു ഇടയനും ഇന്നത്തെ ആത്മീയ കോളത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഇന്നത്തെ പലയിടത്തും വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ഉത്തമനായ ഇടയൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എന്ത് ഉപദേശത്തിൽ അങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2:25 യേശു ക്രിസ്തു ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമാകുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഒരു സമൂഹത്തിൽ ഒരു ഇടയനേ ഉള്ളൂ, ഒരു സമൂഹത്തിൽ ഒരു അധ്യക്ഷനേ ഉള്ളൂ. അതിനകത്ത് വേറെ എന്തെങ്കിലും അധ്യക്ഷൻ വന്നാൽ അവൻ ദൈവപുത്രനായ ക്രിസ്തുവിനാലാക്കപ്പെട്ട അധ്യക്ഷനല്ല. കാരണം ഒരിക്കലും അധ്യക്ഷൻ എന്ന പേരെടുക്കരുത് എന്ന് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് കർക്കശമായി തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം: യേശു ക്രിസ്തുവിന് ആദ്യത്തെ പോപ്പ് എന്ന് പറയുന്ന കത്തോലിക്കരുടെ ശ്രേഷ്ഠ പോപ്പ് പറഞ്ഞത് എന്താണെന്ന് നോക്കുക. യേശു ക്രിസ്തു എന്ന ഇടയശ്രേഷ്ഠൻ. ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പ്രസിഡന്റ്, നമ്മളായിരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഒരു ഭരണാധികാരി. ആ ഭരണാധികാരി ഉള്ളപ്പോൾ ആരും അറിയാതെ വേലി ചാടി വന്ന ഒരുവനും ഭരണാധികാരിയാണെന്ന് പറഞ്ഞാൽ അവൻ സ്വയബുദ്ധിയുള്ളവനല്ല എന്നർത്ഥം. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, ഐഹികമായ കാതോലികമായ സഭയൊന്ന്, അതിന് ഒരു ഇടയശ്രേഷ്ഠൻ, അതിന് ഒരു അധ്യക്ഷൻ, അതിന് ഒരു വലിയ ഇടയൻ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. നമ്മളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷാവൃന്ദങ്ങളിൽപ്പെട്ട കൂട്ടിടയന്മാർ മാത്രം. ആകയാൽ അരുതാത്ത പേരും സ്ഥാനവും മാനവും എന്ന് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കരുത് എന്ന് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് രാജകീയ പുരോഹിതവർഗ സമക്ഷം ഈ ക്ലാസ്സിനെയും പ്രതിഷ്ഠിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, കേൾവിക്കാരെ തിരുവചനത്തിൽ കൂടെ ഉറപ്പിക്കുവാൻ അടിയങ്ങൾക്ക് കൃപയും ശക്തിയും ബലവും നൽകി ഞങ്ങളെ വഴി നടത്തും. എല്ലാ പുകഴ്ചയും പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രനും ലോകരക്ഷിതാവുമായ ശ്രേഷ്ഠ ഇടയൻ്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.